ഹായ് ഗൈസ്, HTML കോഴ്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരെ പോയി കാണാം. അപ്പോൾ ഹെഡിങ് ടാഗിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹെഡിങ് എലമെൻറ്റിനെ കുറിച്ച്. അതിന് ആ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ 6ഓളം ടാഗ് ഉണ്ട്. ഈ ഒരൊറ്റ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള എലമെൻറ്റിന് 6ഓളം ടാഗ് ഉണ്ട്. ബട്ട് ഈ 6 ടാഗ്സിനും ഹൈറ്റും വിഡ്ത്തും, അതായത് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ഹൈറ്റും വിഡ്ത്തും വ്യത്യാസമായിരിക്കും. അതാണ് ഇതിലെ മെയിനായിട്ടുള്ള വ്യത്യാസം കാണാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും, നിങ്ങൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. ബട്ട് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് അതൊന്ന് റൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന് ക്ലോസർ ടാഗ് ഉണ്ട്, അതുപോലെ ഓപ്പൺ ടാഗും ഉണ്ട്. പിന്നെ ഇതിൽ ഈ മുകളിൽ കാണുന്ന H1 ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന ടാഗുകളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റും വിഡ്ത്തുള്ളത്. H2 പിന്നെ അതിലാറ് ഒന്നുകൂടെ ചെറുതും. പിന്നെ ഉള്ളത് H6 ആണ്. H6 അല്ല, അതിൻ്റെ അടിയിൽ H3, 4, 5 ഒക്കെ ഉണ്ട്. പിന്നെ H6 ആണ് ഏറ്റവും ഹൈറ്റും വിഡ്ത്തും കുറവുള്ള സംഭവം. അതിൻ്റെ അടിയിലുള്ളതാണ് H2, 3, 4 ഒക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ റൺ ചെയ്തു. ഹലോ വേൾഡ് 1 ആണ് ഞാൻ H1 കൊടുത്തിട്ടുള്ളത്. ഈ ഹലോ വേൾഡ് 1 ഞാൻ ഈ 2, 3, 4, 5, 6 ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഹലോ വേൾഡിന് ശേഷം ഈ ഹലോ വേൾഡ് 6 കണ്ടോ, അത് ഏറ്റവും ചെറുതാണ്. ഹൈറ്റും വിഡ്ത്തും ഭയങ്കര കുറവുള്ളത് ഹലോ വേൾഡ് 6ഉം കൂടുതൽ ഹലോ വേൾഡ് 1ഉം ആണ്. ഇതിനിടയിൽ വരുന്നതാണ് 2, 3, 4, 5 ഒക്കെ ഉള്ളത്. പിന്നെ ഇതിൽ ഈ ക്ലോസർ ടാഗ് നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഈ ഞാൻ കാണിച്ചുതരാം. പെന്നൊന്ന് എടുക്കട്ടെ. പെന്ന് എടുത്തു. പെന്ന് കിട്ടുന്നുണ്ടല്ലോ. എന്തായിട്ട് ഗൈസ് കിട്ടി. ഈ വണ്ണല്ല, ആ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഗൈസ് എന്തൊക്കെ സമയം ഈ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. H1, 2, 3 ഇതൊക്കെയാണ് ഇതിൻ്റെ ക്ലോസർ ടാഗ്സ് ഉള്ളത്. പിന്നെ ഇവിടെ കാണുന്നുണ്ടാവും ഓപ്പൺ ടാഗ്. ഇതിനുള്ളിലായിരിക്കണം നിങ്ങളുടെ ടെക്സ്റ്റൊക്കെ എഴുതേണ്ടത്. ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിനുള്ളിൽ ഈ ക്ലോസർ ടാഗിന് ഈ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ഫസ്റ്റ് ഒരു സ്ലാഷ് ഉണ്ടാവും. അത്രേ ഉള്ളൂ ക്ലോസർ ടാഗിന്. എല്ലാത്തിനൊന്നും ക്ലോസർ ടാഗ് ഉണ്ടാവില്ല, ചിലതിന് മാത്രമേ ക്ലോസർ ടാഗ് ഉണ്ടാവുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ക്ലോസർ ടാഗ് ഉണ്ട് ഇല്ലാത്തതെന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെഡിങ്ങിൻ്റെ എലമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു 3 പാർട്ടിൽ തീർക്കുന്നത്, അത് പറ്റൂല. നമ്മൾ ഓരോ പാർട്ടിലും ഓരോരോ എലമെൻസിനും, ഓരോ ഇനത്തിൽപ്പെട്ട എലമെൻസിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത് ഇനി. അപ്പോൾ കുറച്ചൊക്കെ പാർട്ടുകളുണ്ടാവും, ഒരു 10-20 പാർട്ടുണ്ടാവും. 2-3 മിനിറ്റിൻ്റെ പാർട്ടുകളൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മളുടെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.